ആരാധന ഹല്ലേലൂയ ആരാധന മഹത്വം ഹല്ലേലൂയ ആരാധന ഹല്ലേലൂയ 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 ആരാധന ഹല്ലേലൂയ ഹല്ലേലൂയ ഈശോയെ ഹല്ലേലൂയ ആരാധന ഈശോയെ മഹത്വം ആരാധന ഹല്ലേലൂയ ഹല്ലേലൂയ മഹത്വം ആരാധന ആരാധന ഈശോയെ ഹല്ലേലൂയ ആരാധന ഈശോയെ ഹല്ലേലൂയ ഈശോയെ മഹത്വം ഈശോയെ ആരാധന 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 ഈശോയെ ഹല്ലേലൂയ തന്നുവില്ല ദൈവത്തെ ആരാധിക്കാം ദൈവം ഉയർത്തി നമ്മെ ദൈവത്തെ ആരാധിക്കാം പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.
അഭിഷേകം ഈ ആരാധനയിലൂടെ ഞങ്ങൾ നിറവിൽ ഞാൻ പ്രശോഭിക്കട്ടെ. ഒന്നുമേ ആദ്യമായി അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ പുണ്യഭൂമിയിൽ നിന്ന് സാക്ഷ്യം പറയാൻ അനുവദിച്ച ദൈവത്തിനും അമ്മയ്ക്കും ഒരു കോടി നന്ദി. എൻ്റെ പേര് ഷൈനി, ഇത് അലീന എൻ്റെ മകളാണ്. ഞങ്ങൾ ബാംഗ്ലൂർ സെൻറ് തോമസ് ഫെറോന ചർച്ചിൽ നിന്നും വരുന്നു. ആ ഇടവകയിലെ അംഗങ്ങളാണ്. 2019 കോവിഡ് കാലത്താണ് ഞാൻ കൃപാസനത്തെക്കുറിച്ച് കേൾക്കുന്നത്. എൻ്റെ ഫ്രണ്ടാണ് കൃപാസനത്തെക്കുറിച്ച് പറഞ്ഞത്. അങ്ങനെ 2019 തന്നെ ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തു. കൃപാസനത്തിലെ ശുശ്രൂഷകളൊക്കെ ഓൺലൈൻ വഴി കൂടിയിരുന്നു. അതിൽ
മകനും മകളും പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. മോനെ ബിടെക് ഫൈനൽ ഇയർ ആയിരുന്നു. ജോലി എന്നുള്ളത് കിട്ടോ ഇല്ലയോ എന്താ വെച്ചാൽ ക്യാമ്പസ് സെലക്ഷനൊക്കെ നടക്കുന്നുണ്ടെങ്കിലും ക്യാമ്പസിൽ പോകാൻ പറ്റത്തില്ല. അങ്ങനെ ഓൺലൈനിലൂടെ അവൻ ക്യാമ്പസ് സെലക്ഷനിൽ തന്നെ അവന് ജോലി കിട്ടി. മാതാവ് അനുഗ്രഹിക്കുകയുണ്ടായി. അതിനുശേഷം 2020 ഞാൻ ഒക്ടോബർ 10 ഇവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുത്തു. തീർത്ഥാടന ഉടമ്പടിയിൽ ഞാൻ വെച്ച ഏറ്റവും വലിയ ഒരു നിയോഗം സ്വന്തമായിട്ടൊരു വീട് വേണം എന്നുള്ളതാണ്. പിന്നെ വെച്ച നിയോഗങ്ങളൊക്കെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടായതുകൊണ്ട് തന്നെ അതുകൊണ്ട് പറയാൻ പറ്റില്ല. അതുകൊണ്ട് വീടിന് വേണ്ടിയുള്ള നിയോഗമായിരുന്നു ഞാൻ അന്ന് വെച്ചതിൽ ഏറ്റവും വലിയ സാക്ഷ്യമില്ല നിയോഗം. അത് നടക്കുമോ എന്നുള്ളത് എനിക്ക് സ്വപ്നത്തിൽ പോലും നടക്കുമോ എന്നുള്ളത് ഇല്ലായിരുന്നു. കാരണം അതിന് അസാധ്യമായൊരു കാര്യമായിരുന്നു. പക്ഷേ അന്ന് തീർത്ഥാടന ഉടമ്പടി എടുത്ത് പിന്നത്തെ ആഴ്ച തന്നെ അവിടെ നാട്ടിൽ വീട് വയ്ക്കാം, ബാംഗ്ലൂർ വീട് വേണ്ട എന്ന് പറഞ്ഞ എൻ്റെ ഹസ്ബൻഡ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എന്നോട് വന്നിട്ട് പറഞ്ഞു നമുക്കിവിടെ സൈറ്റ് നോക്കാം. സൈറ്റ് നോക്കി 3 മാസത്തിനുള്ളിൽ നമ്മൾ അഡ്വാൻസ് കൊടുത്തു. അങ്ങനെ 2022 ഞാൻ 2 പ്രാവശ്യം ഉടമ്പടി എടുത്തോടുകൂടെ ആ സൈറ്റും അതിൻ്റെ തൊട്ടടുത്ത സൈറ്റും നമ്മൾ വാങ്ങേണ്ടായി. സൈറ്റൊക്കെ വാങ്ങിക്കഴിഞ്ഞപ്പോൾ പാപ്പരവസ്ഥയായി. വീട് വയ്ക്കുക എന്നുള്ളത് ഒരിക്കലും നടക്കാത്ത കാര്യമായി. അങ്ങനെ 2023 അഖണ്ഡ ജപമാല കൂടാൻ വന്നു. അഖണ്ഡ ജപമാല കൂടിയതിന് ശേഷം ഒരു ആത്മധൈര്യമൊക്കെ വന്നു. അങ്ങനെ ആ വർഷം ഡിസംബർ 7 അമ്മ പ്രത്യക്ഷപ്പെട്ട ദിവസം 2:30 ഞാനും മോനും മോളും കൂടി കൃപാസനത്തിലത്തെ കല്ലും ഉപ്പും കാശുരൂപവും കൊണ്ട് ആ സൈറ്റിൽ കൊണ്ടിട്ടു, പ്രാർത്ഥിച്ചു. അതിനുശേഷം 2024 ജാനുവരിയിൽ ഞങ്ങൾ ജാനുവരി 7 നമ്മൾ വീടിന് അഡ്വാൻസ് കൊടുത്തു. ആ വീടിന് അഡ്വാൻസ് കൊടുത്തതിന് ശേഷം പിന്നെ ആ മാസം തന്നെ ഞങ്ങളുടെ ഹസ്ബൻഡിൻ്റെ അമ്മച്ചി മരിക്കേണ്ടായി. പിന്നെ കുറച്ച് സമയത്തായി. പിന്നെ 2024 ഏപ്രിലിൽ പത്രം കൊടുക്കാനായിട്ട് പള്ളികളിൽ പോകുന്ന പതിവുണ്ട്. ഉണ്ണിമിശ പള്ളിയിലും ശിവാജി നഗർ പള്ളിയിലും ബാംഗ്ലൂരുള്ള കൊടുക്കാറുണ്ട് നമ്മൾ. അതുപോലെ തന്നെ അടുത്ത വീടുകളിലും ഒക്കെ പത്രം കൊടുക്കാറുണ്ട്. അങ്ങനെ പള്ളിയിലേക്ക് പോകുന്ന ദിവസം ശിവാജി നഗർ പള്ളിയിൽ പോകാമെന്നുള്ളത് ഉണ്ണിമിശ പള്ളിയിൽ പോകേണ്ട ദിവസമായിരുന്നു. തെറ്റി ഞങ്ങൾ ഡിസൈഡ് ചെയ്തു ശിവാജി നഗർ പള്ളി പോവാമെന്ന്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഇടയിൽ 2 പ്രാവശ്യം സ്വപ്നം കണ്ടിരുന്നു. കൃപാസനച്ച എന്നെ വന്ന് അനുഗ്രഹിക്കുന്നത്, ഒന്ന് വീട്ടിൽ വെച്ചും ഒന്ന് സ്കൂൾ ഗ്രൗണ്ടിൽ വെച്ചും എന്നെ അനുഗ്രഹിക്കുന്നത് ഞാൻ സ്വപ്നം കണ്ടിരുന്നു. അപ്പോൾ സ്വപ്നം മാത്രമായിരിക്കും അത്. കാരണം ഒരു സാധ്യതയില്ല ഞാനിവിടെ വന്ന് അച്ഛൻ എന്നെ അനുഗ്രഹിക്കാൻ സാധ്യതയില്ല. കാരണം എന്തുകൊണ്ടൊന്ന് കാണിക്കും, അതിന് ഇവിടെ നിയമങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഒരു കാരണവശാലും അച്ഛൻ്റെ അനുഗ്രഹം കിട്ടില്ല എന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അപ്പോഴാണ് ഞങ്ങൾ പത്രം കൊടുക്കാൻ പോയപ്പോൾ അത് തെറ്റിപ്പോയതാണ്. അന്ന് ശിവാജി നഗർ പള്ളിയിലെ കന്നഡ മാസം കൂടി പത്രം കൊടുക്കാൻ നിൽക്കുമ്പോൾ അച്ഛനും കൂടെ ഇവിടെയുള്ള ജോമോളും അതുപോലെ തന്നെ പാട്ടും പാടിയതും വിജയകുമാർ സാർ എല്ലാവരും ഉണ്ടായിരുന്നു. പള്ളിയുടെ ഉള്ളിലുണ്ടായിരുന്നു. ഞങ്ങൾ അറിഞ്ഞില്ല. ഞങ്ങൾ കുർബാന കഴിഞ്ഞ് പത്രം കൊടുക്കാനായിട്ട് പള്ളിയുടെ മുൻപിൽ എൻ്റെ കൂട്ടുകാരിയും ഞാൻ പള്ളിയിലേക്ക് പോകുന്ന റോട്ടിൽ നിന്നു പത്രം കൊടുത്തു. പത്രം കൊണ്ടിരിക്കുമ്പോൾ ഇവിടെ നിന്നും കയറി വന്ന ഒരാൾക്ക് വിനിത പത്രം കൊടുത്തു. എൻ്റെ ഫ്രണ്ട് പത്രം കൊടുത്തു. പത്രം കൊടുത്തപ്പോൾ ആൾ പറഞ്ഞു, ചിരിച്ചിട്ട് പോയി, വാങ്ങിയില്ല. ആൾ പള്ളിയിലേക്ക് പോയിട്ട് അവിടെ നിന്ന് തിരിച്ചു വരുമ്പോൾ അച്ഛനെയും അച്ഛൻ്റെ കൂടെ ഇവരെല്ലാവരും കൂടി ഒന്നിച്ച് പള്ളിയിൽ നിന്ന് ഇറങ്ങി വന്നു. അച്ഛൻ നേരെ വന്ന് അവളെ അനുഗ്രഹിച്ചു. സന്തോഷം കൊണ്ട് അവൾ പറഞ്ഞു, അച്ഛൻ എൻ്റെ ഫ്രണ്ടും കൂടെ വന്നിട്ടുണ്ടെന്ന്. അത് ഇവൾ പറയുന്നതിന് മുമ്പ് തന്നെ അച്ഛൻ എന്നെ കണ്ടായിരുന്നു. അപ്പോൾ നല്ല വെയിലത്തായിരുന്നു ഞാൻ പത്രം കൊടുക്കണ്ടായിരുന്നത്. അപ്പോൾ അച്ഛൻ അപ്പോൾ തന്നെ സന്തോഷം കൊണ്ട് മുകളിലേക്ക് കണ്ണുകൾ ഉയർത്തി നന്ദി പറഞ്ഞു. ആ നന്ദി പറഞ്ഞത് അച്ഛൻ ഏപ്രിൽ 9 ഉടമ്പടി ധ്യാനത്തിൽ പറയേണ്ടായി. അതിനുശേഷം അച്ഛൻ അനുഗ്രഹിച്ചപ്പോൾ ആത്മവിശ്വാസമായി. പിന്നത്തെ മെയ് 7 വീടിന് കല്ലിട്ടു. വീടിന് കല്ലിട്ടതിന് ശേഷം പിന്നെ അതിൻ്റെ പണികൾ ഓരോന്നോരോന്നായി വരികയായി. അപ്പോൾ മകന് ജോലി കിട്ടിയത് കൊണ്ടും അവൻ IT ഫീൽഡിലാണ് ജോലി കിട്ടിയത്. അതുകൊണ്ട് നമുക്ക് LICയിൽ നിന്ന് ലോൺ കിട്ടേണ്ടായി. ലോൺ കിട്ടാതെ വീട് വയ്ക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമായിരുന്നില്ല. അങ്ങനെ ലോൺ കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും മാതാവ് അവൻ അത്ര പെട്ടെന്ന് ജോലി കൊടുത്തതെന്ന് തോന്നുന്നു. അങ്ങനെ ലോൺ കിട്ടി. LICൻ്റെ ലോൺ കിട്ടി. നമ്മൾ വീട് പണിയാൻ തുടങ്ങി. വീട് പണി തുടങ്ങി ഒരു 2025 ഓഗസ്റ്റ് 17 നമ്മുടെ വീടിൻ്റെ ഹൗസ് ബ്ലെസ്സിങ് നടന്നു. സെപ്റ്റംബർ 7 ഹൗസ് വാമിങ്ങും നടന്നു.
ആ വീടിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഡിസംബർ 7 കൊണ്ട് കൃപാസനത്തിലെ കല്ലിട്ടത് കൊണ്ടാവണം എല്ലാ പ്രധാന കാര്യങ്ങളും 7 നടന്നത്. ഫസ്റ്റ് വാർക്ക് നടന്നതും എല്ലാം 7 അതെങ്ങനെ വന്നു ചോദിച്ചാൽ എനിക്കറിയില്ല. അതങ്ങനെ പിന്നെയാണ് നമ്മൾ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്, എല്ലാം 7 ആണല്ലോ എന്ന്. അപ്പോൾ അതിൽ നിന്ന് തന്നെ അത് മാതാവിൻ്റെ ഇടപെടലാണെന്ന് വ്യക്തമാണ്. അതല്ലാതെ ഞങ്ങൾക്ക് ഇപ്പോൾ സാധാരണക്കാർക്ക് അവിടെ വീട് വെക്കാൻ പറ്റില്ലായിരുന്നു. ഒരു ചെറിയ വീട് സ്വപ്നം കണ്ട ഞങ്ങൾക്ക് 4500 സ്ക്വയർ ഫീറ്റിൽ എല്ലാവരും ഭംഗിയുണ്ടെന്ന് പറഞ്ഞാൽ മനോഹരമായൊരു വീടാണ് മാതാവ് ഞങ്ങൾക്ക് തന്നത്. മാതാവിന് ലോട്ടയിൽ മാതാവ് എന്താ പറയുക, മാതാവിൻ്റെ രൂപം ഞങ്ങൾ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ അതിന് സാക്ഷ്യമായിട്ട് വെച്ചിട്ടുണ്ട്. അവിടെ വരുന്ന ഓരോരുത്തരും ചോദിക്കും, ഇത് കൃപാസന മാതാവിൻ്റെ വീടാണല്ലേ എന്ന്. ആണ്, 100%, 101% ഉറപ്പാണ് അത് മാതാവ് തന്ന വീടാണ്. ഞാൻ പ്രീവിയസ്ലി വർക്കിംഗ് ആയിരുന്നു. ഞാൻ അവിടെ തന്നെ ക്യാമ്പസ് പ്ലേസ്മെൻറ്റ്സിന് കയറിയിട്ട് ഞാനും ഒരു 7 മെമ്പേഴ്സ് ഇൻറ്റേൺസ് ആയിട്ടാണ് കയറിയത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും 1 ഇയറിൻ്റെ ഉള്ളിൽ കൺവേർഷനായി. 1 ഇയറിന് ശേഷം ഞങ്ങളെല്ലാവരും അവിടെ നിന്ന് മാറാമെന്ന് വിചാരിച്ചു. കാരണം അവിടെ സാലറി വൈസും ഞങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യണ അത്രയും കിട്ടുന്നുണ്ടായിരുന്നില്ല. സോ ഞങ്ങൾ വിചാരിച്ചു ഓക്കെ 1 ഇയറിന് ശേഷം നമുക്ക് കമ്പനി മാറാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങളുടെ ഇൻറ്റേൺസ് എല്ലാവരും വേറെ ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഇൻ്റർവ്യൂ പാസ്സായി 2 പേര് പോയപ്പോൾ ഇവിടുത്തെ MD യൂഷ്വലി അങ്ങനെ ഒരു കമ്പനീസ് ചെയ്യില്ല, പക്ഷേ ഇവിടുത്തെ MD പറഞ്ഞു എനിക്ക് മനസ്സിലായി ഹോൾ ഗ്യാങ് പോവും, അതുകൊണ്ട് എല്ലാവരും 15 days ടൈം തരാം, എല്ലാവരും ഇറങ്ങിക്കോ എന്ന് പറഞ്ഞു. അപ്പോൾ ഓഗസ്റ്റ് 15 ഇത് നടക്കുന്നത്. ഓഗസ്റ്റ് 15 വരെയാണ് ഞങ്ങൾക്ക് ടൈം തന്നിരിക്കുന്നത്. സെപ്റ്റംബർ 7 ഞങ്ങളുടെ ഹൗസ് വാമിങ് ഞങ്ങൾ ഉറപ്പിച്ച് വെച്ചിരിക്കുന്ന ദിവസമാണ്. സോ സെപ്റ്റംബർ 7 ഭയങ്കര എന്താ പറയുക, ഹൗസ് വാമിംഗ് ഒക്കെ നടക്കുമ്പോൾ അത്രയും ഫാമിലി നമ്മളെ ഫിനാൻഷ്യലി ഡിപ്പെൻഡൻ്റ് ആയിരിക്കും, ഫാമിലി നമ്മളുടെ മേലിൽ. അപ്പോൾ കറക്റ്റ് ആ സമയത്ത് നമ്മളുടെ ജോലി പോയി കഴിഞ്ഞാൽ അത് ശരിയാവില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര പ്രഷറായി, എനിക്ക് വേറെ ജോലി കണ്ടുപിടിക്കണം, അതിനു മുമ്പ് എനിക്ക് വേറെ ജോലി കിട്ടുമോ, എങ്ങനെ എത്രയും പെട്ടെന്ന് ജോലി കിട്ടുക, ഇതൊന്നും എനിക്ക് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു. ഞാൻ എപ്പോഴും മാതാവിൻ്റെ അടുത്ത് ജോലീൻ്റെ കാര്യം പറയാറുണ്ട്. അങ്ങനെ ഞാൻ 2 കമ്പനിയിൽ ഫൈനൽ റൗണ്ട് ഇൻ്റർവ്യൂ വരെ എത്തി. അതിൽ ഫസ്റ്റ് കമ്പനിയിൽ എനിക്ക് പിന്നെയും കുറച്ച് പ്രതീക്ഷ ഉണ്ടായിരുന്നു കിട്ടുന്നുള്ളത്. കാരണം എൻ്റെ ഫ്രണ്ട്സ് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. സോ എങ്ങനത്തെ വർക്കാണ്, എങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് ഇൻ്റർവ്യൂസിൽ ചോദിക്കുക, ഇതൊക്കെ എനിക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ടായിരുന്നു. സെക്കൻഡ് കമ്പനി ഞാൻ നോക്കിയിട്ട് പോലും ഇല്ല, കാരണം അത് ഫേസ് ടു ഫേസ് ഇൻ്റർവ്യൂ ആയിരുന്നു. എനിക്ക് പൊതുവേ പേടിയുള്ള കൂട്ടത്തിലായതുകൊണ്ട് ഫേസ് ടു ഫേസ് ഇൻ്റർവ്യൂ എന്തായാലും എന്നെ കൊണ്ട് നല്ലോണം ചെയ്യാൻ പറ്റില്ല എന്ന് എനിക്ക് അറിയണമുണ്ട്. ഞാൻ ഫസ്റ്റ് കമ്പനി മാത്രമേ ഞാൻ സീരിയസ് ആയിട്ട് എടുത്തുള്ളൂ. ഫസ്റ്റ് കമ്പനി ഞാൻ നല്ലോണം ചെയ്തു, നല്ലോണം ആൻസറൊക്കെ ചെയ്തു. പക്ഷേ എനിക്ക് അവിടെ നിന്ന് കോളൊന്നും വന്നില്ല. ഞാൻ നല്ല വിഷമത്തിലായിരുന്നു. അപ്പോഴാണ് സെക്കൻഡ് കമ്പനിയിൽ വെറുതെ പോവാമെന്ന് വിചാരിച്ചത്. പോയി അവിടെ ക്വസ്റ്റ്യൻസ് ചോദിച്ചു. ഞാൻ എക്സ്പെക്ട് ചെയ്ത പോലത്തെ ക്വസ്റ്റ്യൻസ് ഒന്നും അല്ല ചോദിച്ചത്. ഞാൻ അവിടെ ആകെ പാനിക്കായി, ഒന്നും പ്രത്യേകിച്ച് പറഞ്ഞിട്ടില്ല. എന്നിട്ട് ഞാൻ അങ്ങനെ ഇൻ്റർവ്യൂ ഹാളിൽ നിന്ന് ഇറങ്ങിയതും ഞാൻ ബാഗൊക്കെ എടുത്ത് എനിക്ക് ആകെ വിഷമവും നാണക്കേടൊക്കെ ആയി. 2 കമ്പനിയും പോയല്ലോ, ഇനി എന്ത് ചെയ്യും എന്നായി. എന്നിട്ട് ഞാൻ ഇറങ്ങി നടക്കാൻ തുടങ്ങി. ഞാൻ ഗേറ്റിൻ്റെ അവിടെ എത്തിയപ്പോൾ എനിക്ക് HR-ൻ്റെ കോൾ വന്നിട്ട് പറഞ്ഞു, അലീന എവിടെയാണ് നീ ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇല്ല, ഞാൻ ലാസ്റ്റ് റൗണ്ട് മര്യാദയ്ക്ക് ചെയ്തില്ല, എനിക്ക് പ്രതീക്ഷ ഒന്നുമില്ല, ഞാൻ വീട്ടിൽ പോവാമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു ഇല്ല, നീ പാസ്സായി, നീ വരാൻ പറഞ്ഞു. ഇത് എനിക്ക് വേണമെങ്കിൽ ഫസ്റ്റ് കമ്പനിയിൽ കിട്ടിയിരുന്നെങ്കിൽ മേ ബി ഞാൻ വിചാരിച്ചു പോയേനെ, ഇത് ഞാൻ ആൻസർ ചെയ്തുകൊണ്ട് കിട്ടിയതായിരിക്കുമല്ലോ, അങ്ങനെ വിചാരിച്ചു പോയേനെ. ഇത് മാതാവ് എനിക്ക് പ്രൂവ് ചെയ്ത പോലെ തോന്നി. മാതാവിൻ്റെ അനുഗ്രഹമായിരുന്നു എനിക്ക് ജോലി എന്നുള്ളത് പ്രൂവ് ചെയ്ത് തന്നു. കാരണം ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല ഇൻ്റർവ്യൂവിൽ, പക്ഷേ എനിക്കത് കിട്ടി. അതും ഫസ്റ്റ് കമ്പനീനേക്കാളും ബെറ്റർ ഓപ്ഷനായിരുന്നു സെക്കൻഡ് കമ്പനി. അങ്ങനെ മാതാവ് എനിക്ക് ആ ജോലി തന്ന് അനുഗ്രഹിച്ചു. പ്രേക്ഷിത പ്രവർത്തനം പത്രം കൊടുക്കാനായിട്ട് പോകും. അത് എല്ലാ മാസവും ഒരു 4 കെട്ട് പത്രം ഞാൻ കൊടുക്കും. ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നതല്ലാതെ തന്നെ ഞങ്ങൾ ഓൺലൈനിൽ വരുത്തിക്കാറുണ്ട്. അങ്ങനെ കൊന്ത വാങ്ങിക്കൊണ്ട് പോകാറുണ്ട്. ഇവിടെ നിന്ന് ഞാൻ ഒരു ട്യൂഷൻ ടീച്ചറാണ്. 10-60 കുട്ടികൾക്ക് ട്യൂഷൻ എടുക്കണ്ടായിരുന്നു വീട്ടിൽ. അപ്പോൾ ആ കുട്ടികളെയും വിശ്വാസത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് എനിക്ക് നന്നായിട്ട് സാധിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ പറയുന്നതൊക്കെ വീട്ടിൽ പറയണ പോലെയല്ലല്ലോ, ടീച്ചർ പറയുമ്പോൾ അവർ അതിൻ്റേതായൊരു പോസിറ്റീവ് രീതിയിൽ കുട്ടികളെ കണ്ടിരുന്നു, എടുത്തിരുന്നു. എല്ലാ കുഞ്ഞുങ്ങളും നന്നായി പഠിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ
അത് കഴിഞ്ഞ് പിന്നെ കാരുണ്യപ്രവർത്തനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹോസ്പിറ്റലുകളിൽ പോവും. അവിടെ കിഡ്വായ് ഹോസ്പിറ്റലിലെ ക്യാൻസർ പേഷ്യൻസിൻ്റെ കുട്ടികളെ കാണാനായിട്ട് പോകാറുണ്ട്. ഓൾഡ് ഏജ് ഹോമിൽ പോവും, അവർക്കുള്ള ഫുഡ് മേടിച്ചു കൊണ്ട് പോകും. അതുപോലെ തന്നെ ഒരു നേരത്തിനുള്ള ആഹാരത്തിനുള്ള പൈസ അവിടെ ഓരോ വീട്ടിലും ഓരോ പരിപാടികൾ വരുമ്പോഴും നമ്മൾ ഓർഫനേജിൽ കൊണ്ട് ഒരു നേരത്തിന് ഫുഡ് കൊടുക്കാനായിട്ട് പൈസ കൊടുക്കാറുണ്ട്. അത് ഓൾഡ് ഏജ് ഹോമിലായാലും കൊടുക്കും, ഓർഫനേജിലായാലും കൊടുക്കും. പിന്നെ പള്ളിയിൽ പോകുമ്പോൾ എന്നെ തേടി വരുന്ന പോലെ എൻ്റെ കയ്യിൽ വീട് പണിയൊക്കെ നടക്കുമ്പോൾ ഭയങ്കര ടൈറ്റാണ്. 50 രൂപയുള്ളൂ, 100 രൂപയെങ്കിലും അവിടെ പിന്നെ ബസ്സിന് നമുക്ക് പൈസ ഒന്നും കൊടുക്കണ്ടല്ലോ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ആരും എന്ന് ചോദിച്ചാലും എടുത്തു കൊടുക്കും, കൂളായിട്ട് എടുത്തു കൊടുക്കാറുണ്ട്. അതിനൊരു മടിയില്ല, അത് പണ്ടുമില്ല ഇപ്പോഴുമില്ല, കൊടുക്കാറുണ്ട്. പിന്നെ പ്രാർത്ഥനാ ജീവിതം എന്ന് പറഞ്ഞാൽ കുറച്ച് മടിയുള്ള കൂട്ടത്തിൽ തന്നെയായിരുന്നു. കൊന്ത ചെല്ലാനൊക്കെ ഒരു കൊന്ത വീട്ടിൽ ചെന്ന് ഞാൻ ഭയങ്കര സംതൃപ്തിയായി. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. ഇപ്പോൾ ബുധനാഴ്ച ഉപവാസം എടുത്തു കഴിഞ്ഞാൽ 1000 മണി കൊന്ത ചെല്ലാൻ പഠിച്ചു. വീട്ടിൽ വെറുതെ ഇരിക്കുമ്പോഴോ ഫ്രീ ടൈം കിട്ടുമ്പോഴോ ഒക്കെ. അതുപോലെ വീട് പണിയുന്ന സമയത്ത് വീട്ടിലേക്ക് ദൂരമാണ്, 15 കിലോമീറ്റർ അപ്പുറത്താണ് വീട് പണിത്. താമസിച്ചിരുന്ന സ്ഥലത്ത് നിന്ന് ഓരോ പ്രാവശ്യം വരുമ്പോഴും സർവശക്തനായ പിതാവും കൊന്തയും ധാരാളം എത്തിച്ചിട്ടുണ്ട്. ആ വീടിൻ്റെ ഓരോ ചുമരുകളിലും ആ കൊന്തയുണ്ടാവും, വിശ്വാസപ്രമാണം ഉണ്ടാവും. അത്രമാത്രം എത്തിച്ചു കൂട്ടിയിട്ടുണ്ട് പ്രേയേഴ്സുകളെ. ഇത്രയും അനുഗ്രഹങ്ങൾ ചെയ്ത അമ്മ മാതാവിനും ഈശോ തമ്പുരാനും 1,000,000 നന്ദി. ആദ്യം തന്നെ അമ്മ മാതാവിനും ഈശോയ്ക്കും ഔസേപിതാവിനും 1000 നന്ദി. എൻ്റെ പേര് ജുവൽസ് അബ്രാഹാം, ഇതെൻ്റെ വൈഫ് റിഞ്ചു, ഇത് ഞങ്ങളുടെ മകൾ അഡോണിയ. ഞാനിവിടെ ആദ്യം വരുന്നത് എൻ്റെ അമ്മയുടെ കൂട്ടത്തിലാണ്. 2018-19 കാലങ്ങളിലാണ് ഞാനിവിടെ ആദ്യം വരുന്നത്. അന്ന് ഞാൻ ഉടമ്പടിയൊന്നും എടുത്തിട്ടില്ല. അമ്മ വിളിക്കും, അങ്ങനെ വരും, പ്രാർത്ഥിക്കും, പോകും. അങ്ങനെ 2022 ഞാൻ ആദ്യം ഉടമ്പടി എടുക്കുന്നത്. അങ്ങനെ ഉടമ്പടി എടുത്ത് ഞാൻ UK പോയി. UK ചെന്ന് ആദ്യമൊക്കെ ഡെലിവറി ജോലിയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോഴും പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. ഞാൻ ഉടമ്പടി പൂർണ്ണമായി ഞാൻ മുന്നോട്ട് നോക്കിക്കൊണ്ടിരുന്നിരുന്നില്ല. ചില കാര്യങ്ങൾ ചെയ്യാറില്ലായിരുന്നു. ബൈബിള് എല്ലാ സമയവും വായിക്കാറില്ല. പക്ഷെ ഒരു ഉഴപ്പുന്ന രീതിയിലായിരുന്നു ഞാനിങ്ങനെ പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ ഇരിക്കെ എനിക്ക് ആക്സിഡൻറ്റ് സംഭവിച്ചു. എനിക്കെതിരെ വന്ന ഒരാൾ വന്ന് എൻ്റെ കാലിലിടിച്ചു. 3 മാസത്തോളം ഞാൻ ബെഡ് റെസ്റ്റിലായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി. പക്ഷേ ആ 3 മാസം ഞാൻ ഉടമ്പടി പ്രാർത്ഥന രാവിലെ പ്രാർത്ഥിക്കും, അതുപോലെ തന്നെ ബൈബിൾ വായിക്കും, അച്ഛൻ്റെ ടോക്ക് യൂട്യൂബിൽ കാണും, പിന്നെ വൈകിട്ടും പ്രാർത്ഥിക്കും, കൊന്ത ചൊല്ലും. ആ 3 മാസമാണ് എനിക്ക് മനസ്സിലായത് ഇതൊരു നിസ്സാര കാര്യമല്ല. അതുപോലെ തന്നെ ഞങ്ങൾ കല്യാണം കഴിഞ്ഞ് 2 കൊല്ലമായിട്ടും ഞങ്ങൾക്ക് ഒരു കൊച്ചിന് വേണ്ടി ഞങ്ങൾ ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരിക്കൽ കൺസീവായി, പക്ഷേ അതോടൻ തന്നെ അബോർഷനായി പോയി. ഞങ്ങൾക്ക് ഒത്തിരി സങ്കടമായി. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇവൾ നാട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ അച്ഛനെ കാണാനുള്ള ഒരു അവസരം കിട്ടി. അപ്പം അച്ഛൻ പറഞ്ഞു, നീ പേടിക്കേണ്ട, മാതാവ് നിൻ്റെ കൂടെയുണ്ട്. അച്ഛൻ ഇവൾക്കൊരു കാശ് രൂപം കൊടുത്തിട്ട് പറഞ്ഞു, നീ കിടക്കുമ്പോൾ നിൻ്റെ ബെഡിൻ്റെ അടിയിൽ വെക്കുക. അങ്ങനെ ഇവൾ കഴിഞ്ഞ 2024 ഏപ്രിലിൽ നാട്ടിൽ വന്നു. അങ്ങനെയാണ് അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചതെല്ലാം. അങ്ങനെ തിരിച്ചു വന്നു. ഓഗസ്റ്റിൽ ഇവൾ വീണ്ടും കൺസീവായി. അങ്ങനെ ഞങ്ങളെല്ലാം ഹാപ്പി ആയിരുന്നു. അങ്ങനെ പ്രാർത്ഥനയോടൊക്കെ എല്ലാം മുന്നോട്ട് പോകുമായിരുന്നു. പക്ഷേ 4-ാം മാസം തൊട്ട് ഫുൾ വൊമിറ്റിങ്ങും ആയിരുന്നു. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാൽ 2-3 വീക്സ് അവിടെ അഡ്മിറ്റഡ് ആണ്. IV മാത്രം കൊടുത്തുകൊണ്ടിരിക്കുക. ഒരു ഫുഡ് കഴിക്കത്തില്ല. ഉമ്മിനീര് ഇറക്കിയാൽ പോലും തിരിച്ച് വൊമിറ്റ് ചെയ്യുമായിരുന്നു. അങ്ങനെ സ്കാനിങ്ങിന് ഞങ്ങൾ പോകുമ്പം മാതാവിൻ്റെ കാശുരൂപമായിട്ടാണ് എപ്പോഴും പോയിക്കൊണ്ടിരുന്നത്. കാശുരൂപം എപ്പോഴും ഇവളുടെ ശരീരത്തോട് ചേർന്നുണ്ടാവും. സ്കാനിങ്ങിന് ചെല്ലുമ്പോൾ എല്ലാം ഡോക്ടർ പറയുന്നത് കൊച്ചിന് ഗ്രോത്ത് ഇല്ല, കൊച്ചിന് ഹെഡിന് സർക്കംഫറൻസ് ഇല്ല. അങ്ങനെ ഞങ്ങൾ ഭയങ്കരമായിട്ട് പേടിച്ചു പോയി. ഡോക്ടർമാർ തന്നെ പറഞ്ഞു കൊച്ചിനെ അബോർഷൻ ചെയ്ത് കളയാം. പക്ഷേ അച്ഛൻ ഇവളോട് ഒരു കാര്യം പറഞ്ഞായിരുന്നു, നീ ഒന്നും പേടിക്കേണ്ട, മാതാവ് നിൻ്റെ കൂടെ ഉണ്ട്, നിനക്കൊരു കുഞ്ഞിനെ തരും. അങ്ങനെ മെയ് മാസത്തിൽ തന്നെ 24 മെയ് മാസത്തിൽ തന്നെ മാതാവിൻ്റെ മാസത്തിൽ തന്നെ ഞങ്ങൾക്കൊരു പെൺകുഞ്ഞിനെ തന്ന് മാതാവ് അനുഗ്രഹിച്ചു. അതാണ് ഒന്നാമത്തെ സാക്ഷ്യം. പിന്നെ ഞാനൊരു മെക്കാനിക്കൽ എഞ്ചിനീയർ ആയിരുന്നു. ഞാൻ പഠിച്ച ബേസിൽ എനിക്ക് അവിടെ ഒരു ജോലി കിട്ടണമെങ്കിൽ ഞാൻ വേറൊരു കോഴ്സും കൂടെ പഠിക്കണമായിരുന്നു. അങ്ങനെ ഞാനിങ്ങനെ ഓൺലൈനിലിരുന്ന് ഓരോന്നിങ്ങനെ അപ്ലൈ ചെയ്തിങ്ങനെ വന്നുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ചുമ്മാ ഒരു IT ഫീൽഡിലേക്ക് ഞാൻ ചുമ്മാ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കി.
അവരെന്നെ ഇൻ്റർവ്യൂവിന് വിളിച്ചു. എനിക്ക് IT ആയിട്ട് യാതൊരു ബേസും ഇല്ല. ഞാൻ പഠിച്ചത് മൊത്തം മെക്കാനിക്കലാണ്. അവർ തന്നെ എനിക്ക് സെലക്ട് ചെയ്തു, എനിക്ക് ട്രെയിനിങ് തന്നു. അങ്ങനെ ആ കമ്പനിയിൽ ഞാനിപ്പം പെർമനൻ്റായിട്ട് ജോലി ചെയ്യുകയാണ്. അതും ഒരു സാക്ഷ്യമാണ്. പിന്നെ കാരുണ്യ പ്രവർത്തികളൊക്കെ ചെയ്യാറുണ്ടായിരുന്നു. അവിടെ നമുക്കങ്ങനെ റോഡിൽ കൂടെ പോകുമ്പോൾ ഇങ്ങനെ കുറേ പേര് ഇങ്ങനെ പൈസ ആക്കിയിട്ട് ഇങ്ങനെ ചോദിക്കും. അങ്ങനെ അവർക്ക് ഫുഡ് മേടിച്ച് കൊടുക്കും. പിന്നെ ഞാനിവിടുന്ന് കുറേ ഇംഗ്ലീഷ് പത്രം കൊണ്ടുപോയായിരുന്നു. അവിടെ പള്ളിയിൽ പോകുമ്പോൾ ലാറ്റിൻ കുർബാനയ്ക്ക് പോകുമ്പോൾ അവിടെ പള്ളി വരുന്ന എല്ലാവർക്കും ഇത് കൃപാസനത്തിൽ നിന്നുള്ള പത്രമാണ്. ഈ ഇവിടുത്തെ മാതാവിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞാൻ പത്രം കൊടുക്കും.